ഓം ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ദോഷ ജന്മക്കൂറ് ഫലങ്ങളാണ്. അപ്പം അതൊരു 3 ഭാഗമായിട്ട് പറയാനാണ്. നമ്മൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ചിങ്ങക്കൂറ് വരെയുള്ള കൂറുകളിൽ ജനിക്കുന്നവരുടെ കാര്യങ്ങൾ നമ്മൾ വിശദമാക്കി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കന്നി മുതലുള്ളതാണ് പറയാൻ പോണത്. അപ്പോൾ ഇതിന് ഓരോ കൂറിലും നക്ഷത്രങ്ങൾ വരും. അപ്പം അതിൻ്റെയൊക്കെ ഓരോ നക്ഷത്രങ്ങളുടെ പൊതുഫലങ്ങൾ നമ്മൾ 31/5/2025 മുതൽ 6/12/2025 വരെയുള്ള നമ്മുടെ എപ്പിസോഡുകളിൽ ഓരോ നക്ഷത്രത്തിലും അശ്വതി മുതൽ രേവതി വരെ ജനിച്ചാലുള്ള ഫലങ്ങൾ, പൊതുഫലങ്ങൾ നമ്മൾ വിശദമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറയാൻ പോണ കൂറിൻ്റെ ഇന്ന കൂറിൽ ജനിച്ചാലുള്ള ഫലങ്ങളാണ്. മേടക്കൂറ്, ഇടവക്കൂറ്, അങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ കന്നിക്കൂറിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. കന്നിക്കൂറുകാരുടെ തോൾഭാഗം താണിരിക്കും, മനസ്സിലായില്ലേ? ഇളകുന്ന നേത്രങ്ങൾ ഉണ്ടാകും അവർക്ക്. അപ്പോൾ കണ്ണുകൾ ഇളകിക്കൊണ്ടിരിക്കും, അങ്ങനത്തെ സ്വാസ്ഥ്യ ഗുണങ്ങൾ ഇവർക്ക് മുന്നിട്ട് നിൽക്കും. ഏത് പ്രവൃത്തിയിലും ഇവർ കേമന്മാരായിരിക്കും. എന്നാൽ അനുഭവസ്ഥരുടെ അഭിപ്രായങ്ങൾ തേടാത്തതിനാൽ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമാകില്ല, ഇടയ്ക്ക് നിർത്തേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം പറ്റും. ചില സന്ദർഭങ്ങളിൽ ഇവരുടെ അലസത ഇവർക്ക് തന്നെ ശാപമായി മാറുകയും ചെയ്യും. വഞ്ചിക്കപ്പെടുവാനും ഇത് കാരണമാകും. മറ്റുള്ളവരെ വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അവനവന് തന്നെ വിനയായി ഭവിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. 19 വയസ്സ് വരെ വൈദ്യുതി, അഗ്നി മുതലായവ മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്ക് നേരെ ജാഗ്രത പാലിക്കണം. കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ശ്വാസതടസ്സം, തൊണ്ടയിൽ അസുഖം എന്നിവ വരുന്നതാണ്. ഭൂമി, വീട്, പൂർവിക സ്വത്ത് എന്നിവയിൽ നേരിടുന്ന ശ്രദ്ധയില്ലെങ്കിൽ ഇവർക്ക് ഇത് നഷ്ടപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ ഭൂമി, വീട്, പൂർവ്വധാന്യത്തൊക്കെ നമുക്ക് ശ്രദ്ധ വേണം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി തുലാക്കൂറ്, ഇതിന് ഇംഗ്ലീഷിൽ ലിബ്ര എന്ന് പറയും. ഇതിനകത്ത് ചിത്തിര 1, 2 ഭാഗം, ചോതി, വിശാഖം 1, 2, 3 കാലുകൾ, അങ്ങനെ വരും അതിനകത്ത്. തുലാക്കൂറിൽ ജനിച്ചാൽ കൃഷ ശരീരമുള്ളവരായിരിക്കും. ക്രയവിക്രയ കാര്യങ്ങളിൽ സമർത്ഥരായിരിക്കും. ധൈര്യമുള്ളവരും ദൈവവിശ്വാസികളുമാകും. ഈ കൂറുകാർക്ക് തുല്യമായ സുഖവും ദുഃഖവും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ അല്പസന്താന യോഗമുള്ളവരാകുമ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാകും. എന്നാൽ ഈ കൂറുകാർ വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കണം. ഇല്ലെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവത്തിൽ വരും. 20 വയസ്സിന് താഴെ അഗ്നി മൂലമോ ജലത്തിൽ മൂലമോ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഈ സമയത്ത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പുഴയിൽ കുളിക്കാൻ പോവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അലർജി, ദന്തരോഗം, ഉദരരോഗം ഇവ ഇടയ്ക്കിടെ അലട്ടിക്കൊണ്ടിരിക്കും ഇവിടെ. ഇനി വൃശ്ചികക്കൂറ്, ഇത് സ്കോർപിയോ എന്ന് പറയും. വൃശ്ചികക്കൂറിന് ഇംഗ്ലീഷിൽ സ്കോർപിയോ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് വിശാഖം 4ാം പാദം, അനിഴം, തൃക്കേട്ട മുഴുവനും, അതാണ് ഇതിനകത്ത് പറയുന്ന നക്ഷത്രങ്ങൾ. ഈ കൂറിൽ ജനിച്ചവർ തടിച്ച തുടകളോടും മുട്ടുകളോടും കൂടിയുള്ളവരായിരിക്കും. വലിയ കണ്ണുകളോടും കൂടിയവരാണ് ഇവർ. ശരീരകാന്തി ഉള്ളവരാകും. എന്നാൽ ബാല്യത്തിൽ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടും. ബുദ്ധിമുട്ടുകൾ കൂടുതൽ ഉണ്ടാകും രോഗങ്ങളായിക്കൊണ്ട്. മുൻകോപം, ദുഷാഠ്യം എന്നിവ ഇവർക്ക് ഉണ്ടാവും. പ്രവർത്തികൾ മുൻപും നോക്കാതെ ഇവർ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്താൽ അപകടങ്ങളും അപമാനങ്ങളും ഉണ്ടാവും. അപ്പം അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ കൂറുകാർ. വാഹനങ്ങൾ ശ്രദ്ധിച്ച് ഓടിക്കുകയും അനാശാസ കൂട്ടുകെട്ടിൽ പെടാതിരിക്കുകയും വേണം. 30ാം വയസ്സിന് താഴെ പ്രായത്തിൽ തലയിലും മുട്ടുകാലിലും പാടുകൾ ഉണ്ടാകുന്ന
വിധം അപകടങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് വളരെ ജാഗ്രത വേണം, ശ്രദ്ധിക്കണം. പാരമ്പര്യ രോഗങ്ങൾ പിടിപെടാം. ശരീരത്തിലെ ഇടതുഭാഗത്ത് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി ധനുക്കൂറ്, സഗിട്ടാരിയസ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇതിനകത്ത് മൂലം, പൂരാടം, ഉത്രാടം, 1-ാം പാദം അങ്ങനെയാണ് നക്ഷത്രങ്ങൾ വരുന്നത്. ഈ കൂറുകാർ ത്യാഗികളായിരിക്കും, ഗുരുജനങ്ങളോട് കൂറുള്ളവരായിരിക്കും, ബലവാന്മാർ, വാക്ചാതുര്യമുള്ളവർ, ഉത്സാഹികൾ, പ്രതിഭാശാലികൾ എന്നീ ഗുണങ്ങൾ ഉണ്ടാകും. ആരെയും തൻ്റെ അധീനത്തിലാക്കുവാൻ ഇവർക്ക് വളരെ കഴിവുണ്ടായിരിക്കും. എന്നാൽ ബന്ധുക്കളെ ഒരു അകലത്തിൽ സൂക്ഷിക്കുന്നവരായിരിക്കും ഇവർ. ഈ കൂറിൽപ്പെട്ട സ്ത്രീകൾ ഗർഭകാലത്ത് കൂടുതൽ ശ്രദ്ധിക്കുകയും പരിശോധനകൾക്ക് വശംവദരാവുകയും നടത്തുകയും വേണം. 40 വയസ്സിനുള്ളിൽ സ്ത്രീകൾക്ക് ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന തകരാറുകൾക്ക് തുടക്കത്തിലെ ചികിത്സ തേടേണ്ടി വരും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലുകൾ പൊട്ടൽ, ഉദരം, മാറിടം, വിസർജ്യബാധകൾ എന്നീ ഭാഗങ്ങളിൽ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്രയാണ് കൂറുകളുടെ ഇതിൻ്റെ. അടുത്ത പ്രാവശ്യം നമ്മൾ മകരം, കുംഭം, മീനം കൂറുകളെ കുറിച്ച് പറയും. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ കണ്ടില്ലെങ്കിൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.